ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, എന്നാൽ വലിയ സിമ്പിളെന്ന് പറയാനും ഇല്ല. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്നും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമൊന്നുമില്ല, ശരിയല്ലേ? അപ്പോൾ ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തതല്ലേ? എന്നാൽ പിന്നെ ഒരു കുഞ്ഞു വെറൈറ്റി, ഒത്തിരി ഒന്നുമില്ല, ചെറുതായിട്ട് അത്രയേ ഉള്ളൂ, കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട കേട്ടോ. ഇതാ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടേ. ഇതെന്നാണെന്നറിയാവോ, ഇത്ര അളവ് പറയാൻ പറ്റത്തില്ല. ഈ കൊണ്ടുവരുന്ന വഴിക്കുണ്ടല്ലോ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് മാറ്റി, ഈ പിള്ളേരൊക്കെ ഉള്ള വീടാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എത്ര ഗ്രാം ഉണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയേ, കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചുള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ തീർത്ത് കൊച്ചുള്ളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇത്തിരി വലിയ ഉള്ളിയും കൂടി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സവോളയല്ല, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയെ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ നടുവിനൊന്ന് കീറിയിട്ട് നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നോക്കിയേ, നമ്മുടെ ഉള്ളിയെ ഇത്രത്തോളം നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളുക. കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി സ്വല്പം കടുക് ഇട്ട് കൊടുത്തോളുക. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതൊന്ന് കുറച്ചിട്ട് കൊടുത്തോളുക. ഒരു നുള്ളു മതിയാവും കേട്ടോ. പിന്നെ 2-3 കറുവപ്പട്ടയുടെ കുഞ്ഞു പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പൈസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതനുസരിച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ കയ്യിലുള്ളതൊക്കെ അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാ ഇപ്പോൾ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ആകാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി, വിട്ടുപോയി, അതുകൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും കൂടെ അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വഴറ്റി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിച്ചെങ്കിലും ഒന്ന് ഓർത്തോണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ, ഒരു നുള്ളു ഉപ്പും കൂടി ഇരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടാനായിട്ട് എളുപ്പം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണേ. അങ്ങനെ നമ്മുടെ ഉള്ളീനെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നാൽ മൊത്തം നല്ല ഹാഫ് മിച്ചമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അതൊന്ന് ഏകദേശം വഴന്ന് വന്ന സമയത്ത് നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുത്തോളുക. പിന്നെ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഓരോ പൊടികളും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ തവണയും ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വറവിനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാകുമ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഒരു ടേബിൾ സ്പൂൺ മിച്ചം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ്. ഇനിയിപ്പോൾ ആ മുളക് പൊടി നമ്മൾ അത്ര ഇട്ട് കൊടുക്കുന്ന സ്ഥാനത്ത് കുറച്ച് കാശ്മീരിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറും കിട്ടും, പോരാത്തതിന് എരിവും കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ച പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലിനൊക്കെ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഒരു സ്വല്പം കൂടിയാണ് ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മാക്സിമം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതാ നോക്കിയേ, നമ്മുടെ പൊടികളെല്ലാം നല്ല വറവിനായിട്ട് ഒത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തൊട്ടൊന്ന് ഇട്ട് കൊടുത്തോളാം കേട്ടോ. ചിക്കൻ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളാം കേട്ടോ.
ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പ നേരം, അതായത് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് ആദ്യം ഒന്ന് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അതുകൊണ്ട് തന്നെ ഏകദേശം അതിൻ്റെ ഒരു വെള്ളം ഊറി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ലെവൽ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പോരാത്തതിന് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പച്ചമുളകായിരുന്നു എടുത്തിരുന്നത്. അതെല്ലാം കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഒരു സ്വല്പം വെള്ളമൊക്കെ ഊറി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര നേരമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു 15 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. 15-20 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊരു 15-20 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. ഈ പ്രാവശ്യം ചിക്കന് വെള്ളം കുറവായിരുന്നു. എന്നാ പറ്റിയെന്ന് അറിയാൻ മേല. എന്തായാലും ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടേ. അങ്ങനെ ഒരു 5-6 മിനിറ്റും കൂടെ അടുപ്പത്തേക്ക് വെച്ചേക്കാലോ എന്ന് ഓർത്തുകൊണ്ട് അതിന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ കൂട്ടാണ് വേണ്ടത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയുണ്ട്, ഒരു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ, പിന്നെ പെരുംജീരകം, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അരച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ അത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരിച്ചെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്വല്പം വെള്ളം ചേർത്ത് ഇതിനകത്തോട്ട് ചേർത്താൽ മതിയാവും. ഞാൻ എന്തായാലും സ്വല്പം വെള്ളം ചേർത്തതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ മെയിൻ കൂട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ ചിക്കൻ കറിക്ക് സ്വാദ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഏത് ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു സ്വല്പം വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തുറന്ന് തന്നെ വെച്ച് വേവിച്ചാൽ മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചും കൂടെ വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെന്ത് കിട്ടില്ല. നമ്മൾ അത്ര മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു സ്വല്പ നേരം കൂടെ അതിനൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെ ഉണ്ടല്ലോ ഒരു 3-4 മിനിറ്റ് ശേഷമൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ഇട്ട് ലാസ്റ്റത്തെ മസാലക്കൂട്ടുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ പരിപാടി തീർത്തു. അപ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ആവാം. പക്ഷേ എനിക്കിഷ്ടം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. ടാറ്റാ.